എല്ലರಿಗೂ ശുഭ ಮುಂಜಾನೆ. നമ്മളിന്ന് ആകുತ್ತದೆ എന്ന വാക്കിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഈ വാക്കിനെ രണ്ടർത്ഥത്തിലെടുക്കാം. ഒന്നാമത്തേത് പറ്റും, കഴിയും എന്നുള്ള അർത്ഥത്തിൽ. അതായത് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കഴിയും എന്ന് പറയുമ്പോഴാണ് ആകുತ್ತದೆ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഈജുതൊക്കെ ആകുത്തതാ. ഈജു എന്ന് പറയുമ്പോൾ നീന്തൽ എന്നാണ് അർത്ഥം. ഈജുതൊക്കെ നീന്താൻ കഴിയുമോ. അത് ഇവിടെ നമ്മൾ കഴിയുമോ എന്നുള്ള അർത്ഥത്തിലാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലാതെ അറിയുമോ എന്ന അർത്ഥത്തിലല്ല. അറിയുമോ എന്നാണെങ്കിൽ നമുക്ക് ഈജു ಗೊತ್ತಾ അല്ലെ ഈജല് ಗೊತ್ತಾ, ഈജല് ബറുത്താ അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് കഴിയുമോ, നിന്നെ കൊണ്ട് നീന്താൻ കഴിയുമോ. നിനಗೆ ಈಜುವುದಕ್ಕೆ ಆಗುತ್ತದಾ. അപ്പം നിനക്ക് നീന്താൻ കഴിയുമോ. നിന്നിಂದ ಈಜುವುದಕ್ಕೆ ಆಗುತ್ತದಾ, നിന്നെ കൊണ്ട് നീന്താൻ കഴിയുമോ. ഇനിയും ഷോർട്ടായി നമുക്ക് എങ്ങനെ ചോദിക്കാം, ಈಜುವುದಕ್ಕಾಗುತ್ತಾ. അത് ഇനിയും ഷോർട്ടാകുമ്പോൾ ಈಜೋಕ್ಕಾಗುತ್ತಾ. ഇനിയും ഷോർട്ടായി പറയുകയാണെങ്കിൽ ಈಜಲಿಕ್ಕೆ ಆಗ್ತದಾ. ಈಜಲಿಕ್ಕೆ, ಈಜಲಿಕ್ಕೆ, ಈಜಲಿಕ್ಕೆ ಆಗುತ್ತಾ, നീന്താൻ കഴിയുമോ. ഇಷ್ಟು ದೊಡ್ಡ ಹೊಳೆಯಲ್ಲಿ ನಿನ್ನಿಂದ ಈಜಲಿಕ್ಕೆ ಆಗ್ತದಾ. ഇത്രയും വലിയ പുഴയിൽ നിന്നെക്കൊണ്ട് നീന്താൻ കഴിയുമോ. ಹಾಡುವುದಕ್ಕೆ ಆಗುತ್ತದಾ. പാടാൻ കഴിയുമോ. ಹಾಡುವುದಕ್ಕೆ ಆಗುತ್ತದಾ, പാടാൻ കഴിയുമോ. ಹಾಡುವುದಕ್ಕಾಗುತ್ತಾ. ಹಾಡೋಕ್ಕಾಗುತ್ತಾ. ഇനിയും ഷോർട്ടായി പറയുകയാണെങ്കിൽ ಹಾಡ್ಲಿಕ್ಕಾಗುತ್ತಾ. ಹಾಡಲಿಕ್ಕೆ ಆಗುತ್ತಾ, ಹಾಡ್ಲಿಕ್ಕಾಗುತ್ತಾ. അത് ಹಾಡಲಿಕ್ಕೆ ಆಗುತ್ತಾ, ಹಾಡ್ಲಿಕ್ಕಾಗುತ್ತಾ അങ്ങനെയൊക്കെ ചോദിക്കാം. നിന്നിಂದ ഈ ഭക്തിഗീತೆಯನ್ನು ಹಾಡ್ಲಿಕ್ಕೆ ಆಗುತ್ತಾ. നിന്നെക്കൊണ്ട് ഈ ഭക്തി ഗീതം പാടാൻ കഴിയുമോ. ಹೋಗುವುದಕ್ಕೆ ಆಗುತ್ತದಾ. പോകാൻ കഴിയുമോ. ಹೋಗುವುದಕ್ಕಾಗುತ್ತಾ അല്ലെങ്കിൽ ಹೋಗೋಕ್ಕಾಗುತ್ತಾ. ഇനിയും ഷോർട്ടായി പറയുകയാണെങ്കിൽ ಹೋಗ್ಲಿಕ್ಕಾಗುತ್ತಾ, ಹೋಗ್ಲಿಕ್ಕಾಗುತ್ತಾ. നിന്നിಂದ ಅಷ್ಟು ದೂರ ಹೋಗ್ಲಿಕ್ಕಾಗುತ್ತಾ. നിന്നെക്കൊണ്ട് അത്രയും ദൂരം പോകാൻ കഴിയുമോ. ಕುಡಿಯುವುದಕ್ಕೆ ಆಗುತ್ತಾ. ಕುಡಿಯುವುದಕ್ಕೆ ಆಗುತ್ತದಾ. ಕುಡಿಯೋದಕ್ಕಾಗುತ್ತಾ, ಕುಡಿಯೋಕ್ಕಾಗುತ್ತಾ. ഇനിയും ഷോർട്ടായി പറയുകയാണെങ്കിൽ കുടിലിക്കാകുത്താ, കുടിലിക്കാകുത്താ. കുടിയലിಕ್ಕೆ ಆಗುತ್ತಾ, ಕುಡಿಯಲಿಕ್ಕೆ ಆಗುತ್ತಾ. ನಿನ್ನಿಂದ ಈ ಕಷಾಯವನ್ನು ಕುಡಿಯಲಿಕ್ಕಾಗುತ್ತಾ. നിന്നെ കൊണ്ട് ഈ കഷായം കുടിക്കാൻ കഴിയുമോ. ಓದುವುದಕ್ಕೆ ಆಗುತ್ತದಾ. വായിക്കാൻ കഴിയുമോ. ಇಷ್ಟು ದೊಡ್ಡ ಪುಸ್ತಕವನ್ನು ನಿನ್ನಿಂದ ಓದಲಿಕ್ಕೆ ಆಗ್ತದಾ. ഇത്രയും വലിയ പുസ്തകം നിന്നെ കൊണ്ട് വായിക്കാൻ കഴിയുമോ. ಓದುವುದಕ್ಕೆ ಆಗುತ್ತದಾ. ಓದುವುದಕ್ಕಾಗುತ್ತಾ, ಓದೋಕ್ಕಾಗುತ್ತಾ. ഇനിയും ഷോർട്ടായി പറയുകയാണെങ്കിൽ ಓದಲಿಕ್ಕಾಗುತ್ತಾ, ಓದಲಿಕ್ಕೆ ಆಗುತ್ತಾ, ಓದಲಿಕ್ಕಾಗುತ್ತಾ. വായിക്കാൻ കഴിയുമോ. തിന്നുವುದಕ್ಕೆ ಆಗುತ್ತದಾ. തിന്നാൻ കഴിയുമോ. തിന്നുವುದಕ್ಕಾಗುತ್ತಾ, തിന്നೋಕ್ಕಾಗುತ್ತಾ. തിന്നಲಿಕ್ಕಾಗುತ್ತಾ, തിന്നലിಕ್ಕೆ ಆಗುತ್ತಾ, തിನ್ನಲಿಕ್ಕಾಗುತ್ತಾ. അങ്ങനെയും പറയാം. ഇഷ്ടമല്ല നിന്നിത് തിന്നലിಕ್ಕಾಗುತ್ತಾ. ഇത്രയ്ക്ക് നിന്നെക്കൊണ്ട് കഴിക്കാൻ പറ്റുമോ. ಮಾಡುವುದಕ್ಕೆ ಆಗುತ್ತದಾ. ಮಾಡುವುದಕ್ಕೆ ಆಗುತ್ತದಾ, ചെയ്യാൻ കഴിയുമോ. ಮಾಡುವುದಕ್ಕಾಗುತ್ತಾ, ಮಾಡುವುದಕ್ಕಾಗುತ್ತಾ. ಮಾಡೋಕ್ಕಾಗುತ್ತಾ. ഇനിയും ഷോർട്ടായി പറയുകയാണെങ്കിൽ ಮಾಡಲಿಕ್ಕಾಗುತ್ತಾ, ಮಾಡಲಿಕ್ಕೆ ಆಗುತ್ತಾ, ಮಾಡಲಿಕ್ಕಾಗುತ್ತಾ. ನಿನ್ನಿಂದ ಈ ಕೆಲಸವನ್ನು ಮಾಡಲಿಕ್ಕಾಗುತ್ತಾ. നിന്നെക്കൊണ്ട് ഈ ജോലി ചെയ്യാൻ കഴിയുമോ. ಕಲಿಯುವುದಕ್ಕೆ ಆಗುತ್ತದಾ.
പഠിക്കാൻ കഴിയുമോ? കലിയുವುದಕ್ಕೆ ಆಗುತ್ತದಾ? പഠിക്കാൻ കഴിയുമോ? ಕಲಿಯುವುದಕ್ಕಾಗುತ್ತಾ? ಕಲಿಯೋಕ್ಕಾಗುತ್ತಾ? ಕಲೀಲಿಕ್ಕೆ ಆಗುತ್ತದಾ? അല്ലെ കലീലിക്കാಗುತ್ತಾ? കലിയലിക്ക് ആകുത്തതാ? കലീലിക്ക് ആകുത്താ? അങ്ങനെയും ഷോർട്ടായി ചോദിക്കാം. നാളെ എക്സാം അಲ್ವಾ? നിന്നിಂದ ಇಷ್ಟೆಲ್ಲ ಕಲೀಲಿಕ್ಕಾಗ್ತದಾ? നാളെ എക്സാം അല്ലേ, ഇത്രയൊക്കെ നിന്നെ കൊണ്ട് പഠിക്കാൻ കഴിയുമോ? എത്തുವುದಕ್ಕೆ ആಗುತ್ತದಾ? അത് ഉയർത്താൻ കഴിയുമോ? എത്തുವುದಕ್ಕಾಗುತ್ತಾ? എത്തോക്കാಗುತ್ತಾ? എത്തലിക്കാಗುತ್ತಾ? എത്തലിക്ക് ആകുത്തതാ എന്നതാണ് എത്തലിക്കാകുത്തതാ. അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് ഷോർട്ടായി പറയാം. എത്തലിക്കാಗುತ್ತಾ? നിന്നിಂದ ഈ ബോക്സನ್ನು എത്തലിಕ್ಕಾಗ್ತದಾ? നിന്നെക്കൊണ്ട് ഈ ബോക്സ് ഉയർത്താൻ കഴിയുമോ? കരയുವುದಕ್ಕೆ ആಗುತ್ತದಾ? വിളിക്കാൻ കഴിയുമോ? കരയുವುದಕ್ಕಾಗುತ್ತಾ? കരയോಕ್ಕಾಗುತ್ತಾ? ഇനിയും ഷോർട്ടായി കരയിലേക്കാಗುತ್ತಾ? കരയിലേക്കാಗುತ್ತಾ? കരയലിಕ್ಕೆ ಆಗುತ್ತದಾ? ಕರೀಲಿಕ್ಕೆ ಆಗುತ್ತಾ? ನಿನ್ನಿಂದ ಅವಳನ್ನು ಕರೀಲಿಕ್ಕಾಗ್ತದಾ? നിന്നെ കൊണ്ട് അവളെ വിളിക്കാൻ കഴിയുമോ? അപ്പോൾ നമ്മൾ കരയുವುದಕ್ಕೆ, കലിയുವುದಕ್ಕೆ, എത്തുವುದಕ್ಕೆ അങ്ങനെയൊക്കെ പഠിച്ചു. അപ്പോൾ അതിനൊക്കെ അർത്ഥം എന്താണ്? എത്തുವುದಕ್ಕೆ ഉയർത്താൻ, കരയുವುದಕ್ಕೆ വിളിക്കാൻ. അപ്പോൾ അങ്ങനെയുള്ള വാചകങ്ങൾ. ഈജുವುದಕ್ಕೆ നീന്തുവാൻ, ഷോർട്ടായി ഈജോക്കെ അല്ലെ ഈജിലിಕ್ಕೆ. ಹಾಡುವುದಕ್ಕೆ പാടുവാൻ, ಹಾಡೋಕೆ അല്ലെങ്കിൽ ಹಾಡಲಿಕ್ಕೆ. ಹೋಗುವುದಕ್ಕೆ പോകുവാൻ, ಹೋಗೋಕೆ അല്ലെ ಹೋಗ್ಲಿಕ್ಕೆ. കുടിയുವುದಕ್ಕೆ കുടിക്കുവാൻ, കുടിയോക്കെ അല്ലെങ്കിൽ കുടിയിലിಕ್ಕೆ. ഓതുವುದಕ್ಕೆ വായിക്കുവാൻ, ഓതോക്കെ ഓദ്ലിಕ್ಕೆ. തിന്നുವುದಕ್ಕೆ തിന്നുവാൻ, തിന്നോക്കെ അല്ലെങ്കിൽ തിನ್ಲಿಕ್ಕೆ. ಮಾಡುವುದಕ್ಕೆ ചെയ്യുവാൻ, ಮಾಡೋಕೆ അല്ലെങ്കിൽ ಮಾಡಲಿಕ್ಕೆ. അതൊക്കെ ഷോർട്ടായി പറയുമ്പോൾ. കലിയുವುದಕ್ಕೆ പഠിക്കുവാൻ, കലിയോക്കെ, കലീലിಕ್ಕೆ. എത്തുವುದಕ್ಕೆ ഉയർത്തുവാൻ, ഷോർട്ടായി പറയുമ്പോൾ എത്തോക്കെ, എത്തലിಕ್ಕೆ. കരയുವುದಕ್ಕೆ വിളിക്കുവാൻ, കരയോക്കെ, കരയിലേക്ക്. നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞത് കഴിയും എന്നുള്ള അർത്ഥത്തിലാണ് ആകുത്തത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നിಮಗೆ ಈಜಲು ಬರುತ್ತದೆಯೇ, അപ്പോൾ നിങ്ങൾക്ക് നീന്താൻ കഴിയുമോ. ഗ്രാമാറ്റിക്കലി എഴുതുമ്പോഴാണ് ബರುತ್ತದೆಯೇ എന്ന് എഴുതിയിരിക്കുന്നത്. പക്ഷെ സംസാരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, നിಮಗೆ ಈಜಲು ಬರುತ್ತಾ. അത് എല്ലാ സബ്ജക്റ്റിനും കൂടെ നമുക്ക് ഏത് വെർബിൻ്റെയും കൂടെ നമുക്ക് ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോൾ നിനಗೆ ಈಜಲು ಬರುತ್ತಾ, ನಿನಗೆ ಈಜಲು ಬರುತ್ತದಾ, ನಿನಗೆ ಈಜಲು ಗೊತ್ತಾ, ನಿನಗೆ ಈಜಲು ಗೊತ್ತುಂಟಾ, ನಿನಗೆ ಈಜಲು ആകുത്താ അല്ലെ ആകുത്തതാ. ആകുത്തതേ എന്നുള്ളത് ബഹുവചനത്തോടൊപ്പം ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നിಮಗೆ എന്നുള്ള വാക്ക് എല്ലാ ഇതിൻ്റെ കൂടെ വാക്കിൻ്റെ കൂടെ ഉപയോഗിക്കാം. അതായത് ನಿಮಗೆ ಈಜಲು ಬರುತ್ತದೆಯೇ, ನಿಮಗೆ ಈಜಲು ಬರುತ್ತಾ, ನಿಮಗೆ ಈಜಲು ಬರುತ್ತದಾ, ನಿಮಗೆ ಈಜಲು ಗೊತ್ತಾ, ನಿಮಗೆ ಈಜಲು ಗೊತ್ತುಂಟಾ, ನಿಮಗೆ ಈಜಲು ആകുത്തതേ. അപ്പോൾ ഇതിനൊക്കെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് നീന്താൻ അറിയുമോ എന്നുള്ള അർത്ഥത്തിൽ. ആകുത്തതേ എന്നുള്ളത് കഴിയുമെന്നുള്ള അർത്ഥത്തിൽ, ബാക്കിയൊക്കെ അറിയുമോ എന്നുള്ള അർത്ഥത്തിൽ. ಈಜು നീന്തൽ. അപ്പോൾ ആകുವುದಿಲ್ಲ, അതായത് ನನ್ನಿಂದ
ಈಜೋದಕ್ಕೆ ಆಗುವುದಿಲ್ಲ, ಎನ್ನೆಕೊಂಡು ನೀಂದಾൻ കഴിയില്ല. ನನ್ನಿಂದ ಅಷ್ಟನ್ನು ಕಲೀಲಿಕ್ಕೆ ಆಗುವುದಿಲ್ಲ, എന്നെക്കൊണ്ട് അത്രയും പഠിക്കാൻ കഴിയില്ല. ನನ್ನಿಂದ ಹೋಗೋದಕ್ಕೆ ಆಗುವುದಿಲ್ಲ, എന്നെക്കൊണ്ട് പോകാൻ കഴിയില്ല. ನನಗೆ ಹೋಗೋದಕ್ಕೆ ആകുന്നില്ല, എനിക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ ആകുന്നില്ല എന്ന് പറഞ്ഞാൽ കഴിയില്ല എന്നർത്ഥം. അത് നമുക്കിനി ഷോർട്ടായി ആകല്ല എന്ന് പറയാം. ആകല്ല എന്ന് പറയാം, ആകുന്നില്ല എന്ന് പറയാം. ആകുന്നില്ല, ആകുന്നില്ലಲ್ವಾ, അതായത് പറ്റില്ല, പറ്റില്ല അല്ലേ. ಆಗಲ್ಲ, ಆಗಲ್ಲಲ್ವಾ, അതിനി ഷോർട്ടായി പറയും. അൽവ എന്ന് പറയുമ്പോൾ അല്ലേ എന്നുള്ള അർത്ഥം. നിമ്മിಂದ ಈಜಲು ಸಾಧ್ಯನಾ, അതായത് ആകുത്തത എന്നതിന് പകരം നമുക്ക് സാധ്യന, സാധ്ಯವೇ എന്നുള്ള വാക്കും ഉപയോഗിക്കാം. അത് കഴിയുമോ, നിങ്ങളെ കൊണ്ട് നീന്താൻ എന്താ പറയുക, സാധ്യമാണോ. നിമ്മിಂದ ಈಜಲು ಸಾಧ್ಯನಾ, നിമ്മിಂದ ಈಜಲು ಸಾಧ್ಯವೇ, നിങ്ങളെ കൊണ്ട് നീന്താൻ സാധ്യമാണോ, അത് കഴിയുമോ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ നമുക്ക് ഇത്രയും നേരം ആകുത്തതേ എന്ന് പറയുമ്പോൾ കഴിയുമെന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിച്ചു. അതിന് പകരമായിട്ട്, അതായത് ഇപ്പോൾ ബാംഗ്ലൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ എങ്ങനെ പറയാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ബല്ലയ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നീನು ಈಜ ಬಲ್ಲೆಯ. അപ്പോൾ നീനു എന്ന് പറയുമ്പോൾ നീ എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ നമുക്ക് നിനക്ക് നീന്താൻ കഴിയുമോ എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നീനു ഈജ ബല്ലയ. ഇവിടെ ഒരിക്കലും നിനಗೆ ഈജ ബല്ലയ എന്ന് ചോദിക്കരുത്. നീനു ഈജ ബല്ലയ, അതാണ് കുറച്ചും കൂടി ശരി. അതായത് നിനക്ക് നീന്താൻ കഴിയുമോ. നീനു ಹಾಡಬಲ್ಲೆಯ, നിനക്ക് പാടാൻ കഴിയുമോ. ನೀವು ಈಜಬಲ್ಲಿರ, ഇവിടെ ബഹുവചനമാണ്, അപ്പോൾ റെസ്പെക്റ്റോടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ബല്ലിറ, ನೀವು ಹಾಡಬಲ್ಲಿರ. അപ്പോൾ നീനെന്ന് പറയുമ്പോൾ ബല്ലയ, ನೀವು എന്ന് പറയുമ്പോൾ ബല്ലിറ. അപ്പോൾ നമുക്കിവിടെ കാണാം ഓരോ സബ്ജക്റ്റിനനുസരിച്ചും ഇവിടെ വരുന്ന മാറ്റങ്ങൾ. അപ്പോൾ ಅವರು എന്നാണെങ്കിൽ ബല്ലറേ, ಅವರು ಈಜ ಬಲ್ಲರೇ, ಅವನು ಈಜ ಬಲ್ಲನೆ, ಅವಳು ಈಜ ಬಲ್ಲಳೆ. അപ്പോൾ അതിനൊക്കെ അർത്ഥം എന്താണ്, ചെയ്യാൻ കഴിയുമോ എന്നുള്ള അർത്ഥത്തിൽ. ನಾನು ಹಾಡಬಲ್ಲೆನು, ನಾನು ಹಾಡಬಲ್ಲೆ, അപ്പോൾ എനിക്ക് പാടാൻ പറ്റും. ನಾನು ಈಜಬಲ್ಲೆನು, ನಾನು ಈಜಬಲ್ಲೆ. ನಾವು ಈಜಬಲ್ಲೆವು, ನೀವು ಈಜಬಲ್ಲಿರಿ. ಅವರು ಈಜಬಲ್ಲೆನು, ಅವನು ಈಜಬಲ್ಲೆನು. ಅವಳು ಈಜಬಲ್ಲೆಳು, ಅವರು ഈജബല്ലರು. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ച് പറയാം. ഇനി അടുത്തത് ആകുತ್ತದೆ എന്ന വാക്കിൻ്റെ മറ്റൊരർത്ഥം നോക്കാം. അതിനർത്ഥം ആകും അല്ലെങ്കിൽ സംഭവിക്കും. അതായത് ഒരു കാര്യം സംഭവിക്കും എന്ന് പറയുമ്പോഴാണ് ആകുತ್ತದೆ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ನಾನು ಬರುವಾಗ ತಡವಾಗುತ್ತದೆ, ഞാൻ വരുമ്പോൾ തട ആകുತ್ತದೆ. തട ആകുತ್ತದೆ എന്നാണ് തടവാകുತ್ತದೆ എന്ന് എഴുതിയിരിക്കുന്നത്. അതായത് ഞാൻ വരുമ്പോൾ വൈകും, അതായത് ഒരു കാര്യം സംഭവിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ തട ആകുತ್ತದೆ, വൈകും എന്ന് പറയുന്നത് ഒരു കാര്യം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആകുತ್ತದೆ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. ജ്വരಕ್ಕೆ ഈ മದ್ದು ತೆಗೆದುಕೊಳ್ಳಿ, അത് റെസ്പെക്റ്റോടു കൂടി പറയുകയാണ്, ತೆಗೆದುಕೊಳ್ಳಿ. ജ്വര പനി, ജ്വരಕ್ಕೆ പനിക്ക്. ഈ മದ್ದು ತೆಗೆದುಕೊಳ್ಳಿ, ഈ മരുന്ന് കഴിക്കും. ಒಂದೇ ದಿನದಲ್ಲಿ ವಾಸಿಯಾಗುತ್ತದೆ, ഒറ്റ ദിവസം കൊണ്ട്, ഒറ്റ ദിവസത്തിൽ വാസിയാകുತ್ತದೆ. അത് മാറും എന്ന അർത്ഥത്തിലാണ് വാസി എന്ന് പറയുന്നത്. ವಾಸಿಯಾಗುತ್ತದೆ. ಜ್ವರಕ್ಕೆ ಈ ಮದ್ದು ತೆಗೆದುಕೊಳ್ಳಿ, ಒಂದೇ ದಿನದಲ್ಲಿ ವಾಸಿಯಾಗುತ್ತದೆ, അല്ലെ വാസിയാകുತ್ತೆ. അപ്പോൾ മരുന്ന് കഴിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അത് അസുഖം മാറും. അപ്പോൾ വാസി ആകുತ್ತದೆ, ഒരു കാര്യം സംഭവിക്കുകയാണ് അല്ലേ. ഇവിടെ നമുക്ക്
ಗುಣ ಆಗುತ್ತದೆ ಎನ್ನು പറയാം. ಒಂದೇ ದಿನದಲ್ಲಿ ಗುಣ ಆಗ್ತದೆ. ಮಳೆಯಲ್ಲಿ ನೆನೆದರೆ ಶೀತ ആകുತ್ತದೆ. അല്ലെങ്കിൽ മഴ നനഞ്ഞാൽ ശീത ആകുತ್ತದೆ. മഴ നനഞ്ഞാൽ ജലദോഷം പിടിക്കും, ജലദോഷം വരും. അതായത് മഴ നനഞ്ഞാൽ എന്ത് സംഭവിക്കും? ജലദോഷം പിടിക്കും അല്ലേ. അപ്പോൾ മഴയിൽ നനഞ്ഞാൽ ശീത ആകുತ್ತದೆ. അപ്പോൾ ഒരു കാര്യം സംഭവിക്കുകയാണ് ചെയ്യുന്നത്, അത് ജലദോഷം പിടിക്കുന്നു അല്ലേ. അപ്പോൾ ആകുತ್ತದೆ. നനഞ്ഞാൽ എന്ന് പറയുമ്പോൾ നനഞ്ഞാൽ. മറ്റൊരു വാക്കാണ് ഒദ്ദേ. ഒದ್ದയാದರೆ. ഒദ്ദേ എന്ന് പറയുമ്പോൾ നനവ്. ಒದ್ದೆಯಾದರೆ നനഞ്ഞാൽ. ಇನ್ನೂ ಸ್ವಲ್ಪ ಸಕ್ಕರೆ ಹಾಕಿ, ಆಗ ಹುಳಿ ಕಡಿಮೆ ಆಗುತ್ತದೆ. ഇനിയും ಸ್ವಲ್ಪ സക്കര ആക്കി, കുറച്ച് പഞ്ചസാര ചേർക്കും. ആക ಹುಳಿ കടിമೆ ആകുತ್ತದೆ. അപ്പോൾ പുളി കുറയും. നാരങ്ങ വെള്ളത്തിനൊക്കെ. അപ്പോൾ ഇന്ന് ಸ್ವಲ್ಪ സക്കര ആക്കി, ഇനിയും കുറച്ച് പഞ്ചസാര ചേർക്കൂ. അപ്പോൾ എന്ത് സംഭവിക്കും? ആക ಹುಳಿ ಕಡಿಮೆ ಆಗುತ್ತದೆ. അപ്പോൾ പുളി കുറയും. അപ്പോൾ ಹುಳಿ ಕಡಿಮೆ ಆಗುತ್ತದೆ. ನಾನು ಮನೆಗೆ ತಲುಪುವಾಗ ಯಾವಾಗಲೂ 6 ಗಂಟೆ ಆಗುತ್ತದೆ. ഞാൻ വീട്ടിലെത്തുമ്പോൾ എപ്പോഴും 6 മണിയാകും. ನಾನು ಮನೆಗೆ ತಲುಪುವಾಗ ಯಾವಾಗಲೂ 6 ಗಂಟೆ ಆಗುತ್ತದೆ. ഞാൻ വീട്ടിലെത്തുമ്പോൾ എപ്പോഴും 6 മണിയാകും. അപ്പോൾ ആകും എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ಏನಾಗ್ತದೆ? എന്ത് സംഭവിക്കും? ನಾನು ಎಕ್ಸಾಮಿಗೆ ಕಲಿಯದಿದ್ದರೆ ಏನಾಗ್ತದೆ? ഞാൻ എക്സാമിന് പഠിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും? ಏನು ಆಗುತ್ತದೆ, എന്ത് സംഭവിക്കും? ನಾನು ಅವಳ ಹತ್ರ ಮಾತನಾಡದಿದ್ದರೆ ಏನಾಗ್ತದೆ? ഞാൻ അവളോട് സംസാരിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും? ಏನು ಆಗುತ್ತದೆ, എന്ത് സംഭവിക്കും? അത് ಹೇಗೆ ആകാಗ್ತದೆ? അതെങ്ങനെ അങ്ങനെ ആകുന്നത്? സാധാരണ ഇങ്ങനെ പറയാറുണ്ടല്ലോ. ಅದು ಹೇಗೆ ಹಾಗೆ ಆಗುತ್ತದೆ. ಅದು ಹೇಗೆ, ಅದು എങ്ങനെ, ಹಾಗೆ അങ്ങനെ ആകുന്നത്, ആಗುತ್ತದೆ. എಲ್ಲಿ ನೋವು ಆಗ್ತಾ ಇದೆ? എവിടെയാ വേദനിക്കുന്നത്? ഇപ്പോൾ ഡോക്ടറെ അടുത്ത് പോകുകയാണെങ്കിൽ ഡോക്ടർ ചോദിക്കും അല്ലേ, എಲ್ಲಿ നോವು ಆಗ್ತದೆ, എവിടെയാണ് വേദനിക്കാറുള്ളത്? അപ്പോൾ എಲ್ಲಿ നോವು ಆಗ್ತದೆ, എവിടെ വേദനിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ പ്രസന്റ് ആണ്. എಲ್ಲಿ ನೋವು ಆಗ್ತಾ ಇದೆ, എവിടെയാണ് വേദനിക്കുന്നത്. ಎಷ್ಟು ಆಗ್ತದೆ, എത്രയാകും? ഇപ്പോൾ നമ്മൾ കടയിലൊക്കെ ചെന്ന് ഐറ്റംസൊക്കെ വാങ്ങിയ ശേഷം ഇതിനൊക്കെ ടോട്ടൽ എത്രയാകും എന്ന് നമ്മൾ മുൻകൂട്ടി ചോദിക്കും അല്ലേ. അപ്പോൾ എಷ್ಟಾಗ್ತದೆ, അപ്പോൾ എത്രയാകും എന്നുള്ള ಅರ್ಥത്തിൽ. ಬರುವ ಸಲ ಯಾರು ಮುಖ್ಯಮಂತ್ರಿ ಆಗ್ತಾರೆ? ಬರುವ ಸಲ അടുത്ത പ്രാവശ്യം ಯಾರು, ആര്? മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി എന്ന് വായിക്കരുത്, മുഖ്യമന്ത്രി. ശ്രദ്ധിക്കുക, ಮುಖ್ಯಮಂತ್ರಿ ಆಗುತ್ತಾರೆ. ಬರುವ ಸಲ ಯಾರು ಮುಖ್ಯಮಂತ್ರಿ ಆಗುತ್ತಾರೆ. അടുത്ത പ്രാവശ്യം ആര് ಮುಖ್ಯಮಂತ್ರಿ ആകും. ಯಾವಾಗ ಆಗುತ್ತದೆ, ಯಾವಾಗ ಆಗುತ್ತದೆ, എപ്പോൾ ആകും. അതായത് ഇപ്പോൾ റെഡിയാകും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ഒരു ടൈലർ ഷോപ്പിൽ ഷർട്ട് കൊടുത്തതുപോലെ, അതായത് ആ ഷർട്ട് എപ്പോഴത്തേക്കാകും? ಈ ഷർട്ട് ಯಾವಾಗ ರೆಡಿ ಆಗ್ತದೆ, എപ്പോൾ റെഡിയാകും. ಯಾವಾಗ ಆಗುತ್ತದೆ, എപ്പോഴത്തേക്ക് ആകും. ಯಾವಾಗ ಆಗ್ತದೆ, എപ്പോൾ ആകും. ಎಷ್ಟು ದೂರ ಹೋಗಬೇಕಾಗ್ತದೆ, എത്ര ദൂരം പോകേണ്ടി വരും. അപ്പോൾ നമുക്ക് ആകുತ್ತದೆ എന്ന വാക്ക് മറ്റ് വെർബിൻ്റെ കൂടെയും ഉപയോഗിക്കാം. ಬೇಕು എന്ന വെർബിൻ്റെ കൂടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ. ಬೇಕಾಗುತ್ತದೆ, ಎಷ್ಟು ದೂರ ಹೋಗಬೇಕಾಗುತ್ತದೆ, എത്ര ദൂരം പോകേണ്ടി വരും. ಯಾರಿಗೆ ಬೇಕಾಗುತ್ತದೆ, ആർക്ക് വേണ്ടി വരും. ಯಾರಿಗೆ ಬೇಕಾಗುತ್ತದೆ, ആർക്ക് വേണ്ടി വരും. ನನಗೆ ಬೇಕಾಗುತ್ತದೆ,
ನನಗೆ ಬೇಕಾಗುತ್ತದೆ, എനിക്ക് വേണ്ടിവരും. ನಿಮ್ಮ ಗೆಳೆಯರಿಗೆ ಈ ಚಾನೆಲ್ ಬಗ್ಗೆ ತಿಳಿಸಿ, അവരിಗೂ ಖುಷಿಯಾಗ್ತದೆ. അതായത് ഈ ചാനലിനെ കുറിച്ച് ನಿಮ್ಮ ಗೆಳೆಯರಿಗೆ, നിങ്ങളുടെ കൂട്ടുകാർക്കും അറിയിക്കൂ, അവർക്കും സന്തോഷമാകും. ಖುಷಿ ಆಗ್ತದೆ, സന്തോഷം ആകും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ബൈ.